അപ്രതീക്ഷിതമായിട്ട് ചെങ്കോട്ടയിൽ നടന്ന ഈ സ്ഫോടനം അത് വലിയൊരു ഇമ്പാക്റ്റാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സംഘടനയിൽ അല്ലെങ്കിൽ ഈ തീവ്രവാദ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അതിനായിട്ട് പ്രവർത്തിച്ച ആളുകളോ പ്ലാൻ ചെയ്തിരുന്നത് 32 കാറുകൾ വാങ്ങി ആ 32 കാറുകളിലും ബ്ലാസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ 32 കാറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ നടക്കാൻ പോകുന്ന ദുരന്തം അത് എത്രത്തോളം വലുതായിരുന്നുവെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. കൂടാതെ ഹമാസ് ഒക്ടോബർ 7 നടത്തിയതുപോലുള്ള ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും ഇവർ പദ്ധതി ചെയ്തിരുന്നുവെന്നും അതിനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടത്തിയിരുന്നുവെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യക്കുള്ളിൽ നിന്നും നടക്കുന്ന തീവ്രവാദത്തെയാണ് ആദ്യമേ പിടിച്ചു കെട്ടേണ്ടത്. ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ. ഇന്ത്യ രൂപപ്പെട്ട കാലം തൊട്ടുള്ള ഒരു ഭീഷണിയാണ്, മറ്റെന്തിനേക്കാളും വലുതായിട്ട് നിലനിൽക്കുന്ന ഒരു ഭീഷണിയാണ്, ഇപ്പോഴും തുടർന്ന് വരുന്ന ഭീഷണിയാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത്. നമുക്കറിയാം. അപ്പോൾ ഈ തൊട്ടടുത്ത് നടന്ന ബ്ലാസ്റ്റ് നമുക്കറിയാം. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചവരുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയ വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവരുടെ പ്ലാനിങ്ങുകൾ ഒന്നൊന്നായിട്ട് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്നും ആരൊക്കെയാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്നും ഒക്കെ കൂടുതലായിട്ട് ഇപ്പോൾ വലിയൊരു ശൃംഖല ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇന്ത്യ നേരിടുന്ന ഒരു തീവ്രവാദ ഭീഷണി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആഴമുള്ളതാണ് റോബിൻ? എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങൾ വലിയ തോതിൽ രൂപപ്പെട്ടു വരുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് ഏകദേശം 2030 കൂടിയിട്ട് റഷ്യയുമായിട്ട് തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ്. അതിനു മുന്നൊരുക്കമായിട്ടുള്ള ഇപ്പം ജർമ്മനിയിലൊക്കെ വലിയ തോതിൽ സൈനിക അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ. അതുപോലെ തന്നെ ബ്രിട്ടൻ ആണെങ്കിലും ഒരുപാട് പുതിയ ഫാക്ടറികൾ നിർമ്മിച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നു 19ഓളം പുതിയ ഫാക്ടറികൾ അവർ അമ്യൂണീഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇപ്പം നിർമ്മിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ അവർ തീർച്ചപ്പെടുത്തി പറയുന്ന ഒരു സാഹചര്യമുണ്ട്, 2030 ആകുമ്പോഴത്തേനും റഷ്യയുമായിട്ട് യുദ്ധത്തിലേക്ക് പോകേണ്ടി വരും. ഒരു പക്ഷേ അതിന് മുന്നേ തന്നെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. ഇനിയിപ്പം ദക്ഷിണ ചൈന കടൽ ആ ഭാഗത്തേക്ക്, ചൈനയുടെ ആ ഭാഗത്തേക്ക് വരിക, ചൈന അവിടെ വലിയ സംഘർഷമാണ്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ പുറത്തു വരുന്നില്ലെങ്കിൽ പോലും ദിനം പ്രതി അവിടെ വലിയ സംഘർഷങ്ങളുണ്ട്. എന്ന് വെച്ചാൽ തായ്വാനോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കാം എന്നുള്ള രീതിയിലാണ് ചൈന അവിടെ വിന്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ജപ്പാനുമായിട്ട് വളരെ വലിയ സംഘർഷങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ജപ്പാന് വേണ്ടിയിട്ടൊരു വീഡിയോ തന്നെ ചൈനീസ് സൈന്യം ഒരു അഭ്യാസം നടത്തുന്നതിൻ്റെ വീഡിയോ തന്നെ അവർ പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, ജപ്പാന് മുന്നറിയിപ്പായിട്ട്. എന്ന് വെച്ചാൽ ഈ മേഖലകളെല്ലാം വളരെ വലിയ സംഘർഷത്തിലൂടെയാണ്. അങ്ങനെയുള്ള ഒരു സംഘർഷത്തിൽ നിന്നാണ് ഇപ്പം മിഡിൽ ഈസ്റ്റ് നമ്മൾ പറയേണ്ട, നമുക്കറിയാം എത്ര വലിയ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നത്തെ അവസ്ഥ, പാകിസ്ഥാൻ ദിനം പ്രതി പറയുകയാണ് ഇന്ത്യയുമായിട്ട് ഉടനെ ഒരു യുദ്ധം ഉണ്ടാവും പറയുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ഒരു യുദ്ധം ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം ഇന്ത്യ പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംഘർഷത്തിന്റെ സാധ്യത ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ പറയുന്നില്ല, പക്ഷേ ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട്. സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്, കൃത്യമായിട്ടുള്ള സേനാ വിന്യാസങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആയുധങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇന്ത്യ പല രാജ്യങ്ങളും ഇപ്പോൾ റഷ്യയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നതിൻ്റെ കാര്യം പോലും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവരുടെ ആയുധങ്ങളാണ് ഒരുപാട് നമ്മുടെ കയ്യിലുള്ളത്. പുതിയ ടെക്നോളജികൾ വേണം, അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ ഈ പാർട്സ് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റഷ്യയുമായിട്ട് മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം മിലിറ്ററി അപ്ഡേഷൻ മറ്റൊരു തരത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ, ഇൻ്റഗ്രേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. മറുവശത്ത് പാകിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാൻ സൗദിയുമായിട്ട് അടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമേരിക്ക പാകിസ്ഥാനെ ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സൗദി ഓർക്കുക, ഇപ്പോൾ സൗദിയുടെ ക്രൗൺ പ്രിൻസ് ഇപ്പോൾ ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അവിടെ വെച്ച് F-35 അടക്കമുള്ള ഒരുപാട് ആയുധങ്ങളുടെ കൈമാറ്റത്തിൻ്റെ എഗ്രിമെൻറ്റുകൾ ഒപ്പിടുമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള പാക്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, സൗദിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ പാകിസ്ഥാനെ കൂടി ആക്രമിച്ചതായി കണ്ട് സൗദിക്ക് പിന്തുണ കൊടുക്കണം. അതുപോലെ തന്നെ തിരിച്ച് സൗദിയും അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ സൗദിയെ ആക്രമിച്ചതായി കണക്കാക്കി പാകിസ്ഥാനെ പിന്തുണ കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് ഇപ്പം തുർക്കിയുമായിട്ടും വളരെ വലിയ നമുക്കറിയാം, ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സമയത്ത് തുർക്കിയാണ് ഡ്രോണുകൾ പാകിസ്ഥാന് കൊടുത്ത സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പാകിസ്ഥാൻ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സംഘർഷപൂരിതമായിട്ടുള്ളൊരു സമയം ഇവിടെ നിൽക്കുന്നു. അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ നേരെ ഈ
ബംഗ്ലാദേശിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്ന് വെച്ചാൽ നമുക്കറിയാം പാകിസ്ഥാനെ ഈ രണ്ടായിട്ട് മുറിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യയാണ് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശിന് എല്ലാ സഹായങ്ങളും കൊടുക്കുന്നത്, എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നതും ഇന്ത്യയാണ് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ സാഹചര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാന്റെ സൈനിക ഒഫീഷ്യൽസ് പല പ്രാവശ്യം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ മിലിറ്ററിക്ക് ട്രെയിനിങ് പാകിസ്ഥാൻ കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ആയുധങ്ങൾ പാകിസ്ഥാൻ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭാഗം അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ആളിക്കത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യക്കുള്ളിലേക്ക് നമ്മൾ വരേണ്ടത്. ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാൻ നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുന്നു, ബംഗ്ലാദേശ് ഇപ്പോൾ മറ്റൊരു ശത്രുവായിട്ട് നിൽക്കുന്നു. നമുക്കറിയാം ഷെയ്ഖ് ഹസീനയായിരുന്നു ഇന്ത്യക്ക് വളരെ അനുകൂലമായിട്ട് നിലനിന്നതായിരുന്നു, ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധത്തിൽ പോയിരുന്നതാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി, ഓർക്കുക, പാകിസ്ഥാനിലെ അതേ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ബംഗ്ലാദേശിലും അവിടെ അധികാരം കയ്യേറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ വധശിക്ഷ വിധിച്ചേക്കാണ് അവിടുത്തെ കോടതി. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഡമ്മിയായ കോടതി അവിടെ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ ഓർക്കുക, ഇപ്പുറത്തും ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാനിലും ജമാഅത്തെ ഇസ്ലാമി, ഇവിടെ ബംഗ്ലാദേശിലും ജമാഅത്തെ ഇസ്ലാമി ഒരുപോലെ ഈ രണ്ട് ഭീകര സത്വങ്ങളെ പോലെ ഇന്ത്യയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യക്കുള്ളിലേക്ക് വരേണ്ടത്. ഈ രണ്ട് രാജ്യങ്ങളും ഇങ്ങനെ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്ന, നമുക്ക് ഭീഷണിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഓർക്കുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വൈറ്റ് കോളർ ആയിട്ടുള്ള ബുദ്ധിജീവികളടക്കം, എന്ന് വെച്ചാൽ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ആളുകളടക്കം ഇതുപോലെ തീവ്രവാദത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ മാത്രമേ ഈ തീവ്രവാദമുള്ളോ? നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇല്ലേ? രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും തീവ്രവാദത്തിൻ്റെ മൊഡ്യൂളുകൾ പ്രവർത്തിക്കുന്നതായിട്ട്, അതും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും റെയ്ഡ് നടക്കുന്നു, പല സ്ഥലങ്ങളിലും IS-നെ അനുഭാവമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട്, മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈവൻ കേരളത്തിലടക്കം ഇതിനെല്ലാം ഉള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. സ്ലീപ്പർ സെല്ലുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് പറയപ്പെടുന്ന സാഹചര്യം ഉണ്ട്. അങ്ങനെയെല്ലാം ഉള്ള ഒരവസരത്തിൽ ഒരു ശുദ്ധികലശത്തിന് ഇന്ത്യ തയ്യാറാകേണ്ട ഒരു ആവശ്യം നിലനിൽക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ക്രൈസിസിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യക്കുള്ളിൽ, ഇപ്പം ബംഗാളിൻ്റെ കാര്യം എടുക്കുക, ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അടുത്ത് കിടക്കുന്ന ബംഗാളിൻ്റെ കാര്യം എടുക്കുക, എത്രയോ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് കൃത്യമായ കണക്കുകൾ പോലും നമുക്ക് വ്യക്തമല്ല എന്നുള്ളതാണ്. ബംഗാളിലെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് മുന്നോടിയായിട്ട് അവിടെ നടന്ന കലാപങ്ങളും അതുപോലെ കൊലപാതകം, എത്ര ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്ന് വെച്ചാൽ ഇതൊക്കെ വെറും നിഷ്കളങ്കമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതെല്ലാം ഒരു മുന്നറിയിപ്പാണ്. കാരണം രാജ്യം ഒരു ക്രൈസിസിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇത് രാജ്യത്തിനെതിരെ തിരിയാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് വോട്ടർ പട്ടികയും അടക്കമുള്ള കാര്യങ്ങൾ പുതുക്കി ആരാണ് ഇൻട്രൂഡേഴ്സ്, ആരാണ് നമ്മുടെ യഥാർത്ഥ പൗരന്മാർ, നമ്മുടെ പൗരന്മാരാരാണ്, പൗരന്മാരല്ലാത്തവർ ആരാണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് വേർതിരിച്ചെടുത്ത് ഒരു ശുദ്ധികലശം രാജ്യം നടത്തേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്ന് തന്നെ വേണം നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട്. ജോൺ, ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ തന്നെ ഈ തീവ്രവാദം എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനും പരന്നു കിടക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ്. ഇതിന് മുന്നോട്ട് കടന്നു വരുന്നവരെ മാത്രമേ പലപ്പോഴും NIA അടക്കമുള്ള സംഘടനകളുടെ പിടിയിലാകുന്നുള്ളൂ. അതിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് ഇതുപോലുള്ള കരുക്കൾ നീക്കുന്ന പലരും പുറത്തറിയുന്നില്ല. നമ്മുടെ കൂടെ തന്നെ നടക്കുന്ന പലരും ചിലപ്പോൾ ഇതുപോലുള്ള തീവ്രവാദത്തിൻ്റെ കണ്ണികളായിരിക്കാം. നമുക്ക് മനസ്സിലാകത്തില്ല, പുറമേ നിന്ന് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. അതിനാണ് സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം അത് എല്ലാ മേഖലയിലും. ഇപ്പോൾ തീവ്രവാദം എന്ന് പറയുമ്പോൾ അത് എല്ലാ മേഖലയിലും, രാഷ്ട്രീയമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, സകല മേഖലയിലും കൈയടക്കുന്ന തരത്തിലേക്ക്, ഇന്ത്യയിൽ പ്രത്യേകിച്ചും എല്ലാ മേഖലയിലും കൈയടക്കുന്ന തരത്തിലേക്ക് തീവ്രവാദം വളർന്നിരിക്കുന്നു എന്ന കാര്യത്തിലും നമുക്ക് സംശയമില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഇന്ത്യക്കുള്ളിൽ നിൽക്കുന്ന തീവ്രവാദികളെയാണ്. അതായത് ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ, ഇപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ തുർക്കി, ഖത്തർ പോലുള്ള തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടിങ് ഉപയോഗിച്ച് ഇന്ത്യക്കുള്ളിൽ ജീവിച്ച്, ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിച്ച് ഇന്ത്യയിൽ ജീവിച്ച്, ഇന്ത്യ എന്ന മഹാരാജ്യത്തിനോട് യാതൊരു വിധത്തിലുള്ള കൂറും കാണിക്കാതെ ഇന്ത്യയിൽ തന്നെ ആളുകളെ കൊല്ലുവാനും ഇന്ത്യനെ നശിപ്പിക്കുവാനായിട്ട് മുന്നോട്ടിറങ്ങുന്ന തീവ്രവാദികളെയാണ് ശരിക്കും നമ്മൾ ഭയപ്പെടേണ്ടത്. ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അവരെയാണ്. ബാക്കി പിന്നെയാണ് നമ്മൾ പാകിസ്ഥാനിൽ നിന്നൊക്കെ ഞൊഴിഞ്ഞു കയറി അതിർത്തി കടന്നും ഒക്കെ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് അക്രമം നടത്തുന്നവരെ നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശരിക്കും. കാരണം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് ഡൽഹിയിലെ ബ്ലാസ്റ്റ്. പിടിക്കപ്പെട്ട എല്ലാവരും തന്നെ ഇന്ത്യക്കാരായിരുന്നു.
ഇന്ത്യക്കുള്ളിൽ ജീവിച്ച് ഇന്ത്യയിലെ പൗരനായിട്ട് ജീവിച്ച ആൾക്കാരായിരുന്നു. അവർ തന്നെയാണ് ഒരു ബ്ലാസ്റ്റ് നടത്തി. ഇന്ത്യയിലെ സഹോദരങ്ങൾ, നമ്മൾ എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണ് എന്ന് ചെറുപ്പം തൊട്ട് കേട്ട് പഠിക്കുന്നതല്ലേ, ആ സഹോദരങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്, അതുപോലെ കൂടുതൽ ആൾക്കാരെ കൊല്ലാനുള്ള പ്ലാനിങ്ങുകൾ തയ്യാറാക്കിയത്, ഇതിനൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഫണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇന്ത്യക്കുള്ളിലുള്ള തീവ്രവാദത്തെ നമുക്ക് എങ്ങനെയാണ് ഒന്ന് കാണാൻ കഴിയുക? അത് എത്രത്തോളം ഭീകരതയാണത്? ഇതിനു മുമ്പ് 2 ദൃഷ്ടാന്തങ്ങൾ ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഒന്ന്, പുരാതന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു സാമ്രാജ്യം പിടിച്ചടക്കിയെന്നുള്ളതും ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു സാമ്രാജ്യം പിടിച്ചടക്കിയെന്നുള്ളതും. W.C. ഡ്യൂറന്റ് എന്ന് പറയുന്ന പ്രശസ്തനായ ചരിത്രകാരൻ പറയുന്ന ഒരു വാക്കുണ്ട്, എ സിവിലൈസേഷൻ ഈസ് നോട്ട് കോൺകേർഡ് ഫ്രം വിത്തൗട്ട് ബട്ട് വിത്തിൻ എന്നൊന്ന് പറയാം. അതായത് ഒരു സാമ്രാജ്യം ഒരിക്കലും ഒരു പുറമേ നിന്നുള്ള ശക്തികൾ കൊണ്ടല്ല, ഉള്ളിൽ നിന്നുള്ള ശക്തികൾ കൊണ്ടാണ് അത് ആ സാമ്രാജ്യം പിടിച്ചടക്കപ്പെടുന്നത്. അതിന് പ്രധാന നല്ലൊരു അതിനെ കാണിക്കുന്ന നല്ലൊരു ചിത്രമാണ് ട്രോയ് എന്ന് പറഞ്ഞ് ഇറങ്ങിയൊരു സിനിമ. ബ്രാഡ് പിറ്റ് അഭിനയിച്ച വളരെ മൂല്യങ്ങളുള്ള വളരെ അറിവ് പകരുന്ന ഒരു സിനിമ. അത് ഗ്രീക്ക് മിത്തോളജി ഭാഗത്താണ് ആ സിനിമയുടെ പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ സിനിമ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനോട് വളരെയധികം സമരസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ട്രോയ് അവസാന ഭാഗത്ത് കാണിക്കുന്നതാണ് ഈ പറയുന്ന ആ നഗരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പുറമേ നിന്നുള്ള ശത്രുക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാന നായകന്മാരൊക്കെ നോക്കുമ്പോൾ ആ നഗരത്തിലേക്ക് കടക്കാൻ യാതൊരു വഴിയില്ല, കോട്ടകളൊക്കെ അത്ര വലുതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കുതിര ഉണ്ടാക്കുന്നു, ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊരു കുതിരയെ ഉണ്ടാക്കുന്നു. ആ കുതിരയിൽ അവർ ഒളിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രഭാതത്തിൽ ഇവർ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവർ ശത്രുക്കളെല്ലാം പോയിരിക്കുന്നവർ കണ്ടു. ഇപ്പോൾ ആകെ ഒരു കുതിര മാത്രം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഭയങ്കര സന്തോഷം. എന്ത് ചെയ്തു? ആ കുതിരേനെ ഇവർ ഉള്ളിലേക്ക് കയറ്റി. അപ്പോൾ എന്നിട്ട് ഇവർ വാതിലടക്കി രാത്രി കിടന്നുറങ്ങാണ്. ഈ പറയുന്ന ശത്രുക്കൾ ആ കുതിരയിലുള്ളിൽ ഉണ്ടായിരുന്നു. ഇവർ രാത്രി പുറത്തിറങ്ങിയിട്ട് നഗരത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ നഗരം തീ വെച്ചു എന്നുള്ളൊരു സിനിമയാണ് അപ്പം കാണിക്കുന്നത്. അപ്പോൾ ഈ സിനിമയെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ പറയുന്ന തീവ്രവാദത്തെ ഉപമിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു രാജ്യത്തിന് ഉള്ളിൽ നിന്നുള്ള ബൈബിൾ ഒരു വചനം പറയുന്നുണ്ട്, അന്തഛിദ്രമുള്ള രാജ്യം അല്ലെങ്കിൽ ഭവനം നിലനിൽക്കുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? കലഹമുള്ള അല്ലെങ്കിൽ ഭിന്നതയുള്ളൊരു സ്ഥലം ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നൊരവസ്ഥ. എന്തുകൊണ്ടാണ്? ഇന്ത്യ പുറമേ മറ്റു രാജ്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു ഭീഷണികൾക്കെതിരെ സജ്ജമായിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ തന്നെ ഇന്ത്യയെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ആലോചിക്കുന്ന കുറേ ആൾക്കാർ, അത് പൗരന്മാരായിട്ടുള്ള, നേരത്തെ പരാമർശിച്ച പോലെ ഉപ്പും ചോറും തിന്ന പൗരന്മാരായിട്ടുള്ള ആളുകൾ തന്നെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ആലോചിച്ച് നടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കുക? ഇനി ഒരു കാര്യം ഇതിന് കൂടെ ഞാൻ കൂട്ടി പറയുകയാണ്. അതിൻ്റെ കൂടെ ഈ തീവ്രവാദത്തെ ഈ പറയുന്ന എൻ്റെ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. ഈ പറയുന്ന സെക്യുലറിസം എവിടെയൊക്കെ തഴച്ചു വളർന്നിട്ടുണ്ടോ അവിടെയാണ് ഈ തീവ്രവാദ ശക്തികൾ കൂടുതൽ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് സെക്യുലറിസം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. മതനിരാപേക്ഷത വേണം. ഫ്രാൻസിലൊക്കെ ഉള്ളതുപോലെ മതനിരാസമല്ല വേണ്ടത്, അല്ലെങ്കിൽ റിജക്ഷൻ ഓഫ് ഈ റിലിജൻ അതല്ല വേണ്ടത്, മതനിരപേക്ഷത, സെക്യുലറിസം. അപ്പോൾ ഈ മതനിരപേക്ഷത പ്രശ്നം പറ്റുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രീണനം ഈ പാർട്ടികൾ, ഈ ജനാധിപത്യം എന്ന ഒരു ഈ പറയുന്ന ജനാധിപത്യം രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? അതിൻ്റെ ഒരു നന്മ എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു ദൂഷ്യ ഭാഗമാണ് ഈ പറയുന്ന പല പാർട്ടികൾ അല്ലെങ്കിൽ പല ഈ പറയുന്ന ഇസ്ലാമിക് തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടുന്ന പല പാർട്ടികളും ഈ പറയുന്ന അതിനെ വശീകരിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ അതിനെ വളച്ചൊടിക്കാൻ നോക്കുന്നത്. അങ്ങനെ എന്ത് സംഭവിക്കും? ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു രാഷ്ട്രം അങ്ങനെ പടുത്തുയർത്തപ്പെടാണ്. ഉദാഹരണത്തിനാണ് ഈ പറയുന്ന UK, ഫ്രാൻസ്, മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ, ഒരു പക്ഷേ അമേരിക്കയിൽ അത്ര ഈ പറയുന്ന സെക്യുലറിസം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, അവരുടെ ഭരണഘടനയിൽ ഉണ്ടെങ്കിലും അത് മറ്റു രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ അത്ര വലിയ വികസിതമായിട്ടില്ലാത്ത കാരണം അവിടെ ഈ പറയുന്ന തീവ്രവാദ ആക്രമണമൊക്കെ വളരെ കുറവാണ്. എങ്കിലും ഞാൻ പറയാണ്, യൂറോപ്പിലും അതുപോലെ തന്നെ സെക്യുലറിസ്റ്റ് ആയ മറ്റു രാജ്യങ്ങളിലും മതനിരപേക്ഷതയുടെ മറ പറ്റിയിട്ടാണ് ഈ പറയുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പിടിച്ചു വളർന്നത്. ഒരു പാരാസൈറ്റിക് ആയിട്ട് ഇത്തക്കണ്ണിയായിട്ട് പിടിച്ചു വളർന്നത്. അപ്പോൾ ആദ്യം ഒരു ന്യൂനപക്ഷമാണെന്ന് പറയും, അപ്പോൾ ന്യൂനപക്ഷത്തിനുള്ള എല്ലാ അവകാശങ്ങളും കൊടുക്കും. അവസാനം അവർ ഈ 30-40-50% ആകുമ്പോഴേക്കും ആ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ കാഫീറുകളായിട്ടോ അല്ലെങ്കിൽ മറ്റാൾക്കാരായിട്ടോ ദിമ്മികളായിട്ടോ കണക്കാക്കി അവിടെ നിന്ന് അടിച്ചോടിക്കുകയോ കൊല്ലുകയോ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. പല രാജ്യങ്ങളിലും, ലെബനോനോടൊക്കെയുള്ള പല രാജ്യങ്ങളും ഇതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഈ അവസ്ഥ തന്നെയാണ് ഇന്ത്യയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ എന്താണ്? സെക്യുലറിസമാണ്. സെക്യുലറിസം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, സെക്യുലറിസത്തിന്റെ മറുപറ്റി. അപ്പോൾ സെക്യുലറിസത്തിൽ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ലൂപ്പ് ഹോൾസ് ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾ, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നുഴഞ്ഞു കയറി ഇന്ത്യയെ തന്നെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ബാക്കിയുള്ള പക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ, ഹിന്ദു, ജൈന വിഭാഗങ്ങൾ, മറ്റു വിഭാഗങ്ങൾക്കൊന്നും ഇവിടെ താമസിക്കാൻ അല്ലെങ്കിൽ അവർ താമസിക്കേണ്ട, അവരൊക്കെ പുറത്ത് എന്നുള്ള രീതിയിലേക്കാണ്, പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കപ്പം കൊടുത്തിട്ടോ ടാക്സ് ഒക്കെ അടച്ച് ജീവിക്കുക എന്നുള്ള രീതിയിലേക്ക് വഴിമാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിന് നമ്മുടെ കേരളം തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. എങ്ങനെയാണ് ഈ പറയുന്ന മതനിരപേക്ഷത പുകൾപെറ്റ ഒരു കേരളം അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ സാമ്രാജ്യത്തിൽ എങ്ങനെയാണ് ഒരു പ്രത്യേക തരം ആളുകൾക്ക് അവരുടെ ഈ പറയുന്ന അവരുടെ വസ്ത്രധാരണം,
കാരണം അവരുടെ മത അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ വൈവിധ്യങ്ങൾ, പ്രത്യേകിച്ച് ഹലാൽ ഞാൻ എടുത്തു പറയാണ്, വസ്ത്രധാരണം അല്ല ഹലാല്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ തീവ്രവാദത്തെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന കുറേ ആൾക്കാർ. അപ്പോൾ തീവ്രവാദത്തെ എടുത്തു പറയുമ്പോൾ തങ്ങളുടെ ഈ പറയുന്ന തീവ്ര ഇസ്ലാമിക ചിന്തകളുള്ള ആൾക്കാരെ തള്ളി പറയാൻ വേണ്ടി എന്തുകൊണ്ട് ഈ പറയുന്ന ആൾക്കാർ പുറത്തേക്ക് വരുന്നില്ല? അതാണ് വലിയൊരു കാര്യം. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സിസ്റ്റർ എന്ന പേരിൽ ഒരു പ്രശ്നം ഉണ്ടായത്. കേരളത്തിലെ ഒരു സിസ്റ്ററിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി ബോംബെറിഞ്ഞ് പൊട്ടിക്കണം എന്ന് പറഞ്ഞൊരു വാർത്തയ്ക്ക് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ കേരളക്കരയിൽ ഉൾപ്പെടെയുള്ള സന്യാസ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് CMC സമൂഹമായിരുന്നു ആ CN സമൂഹത്തിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ വ്രതം എടുത്തൊരു സിസ്റ്റർ ആയിരുന്നു. പിന്നീട് ആ സഭയിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തിരുന്നത്. ആ സിസ്റ്റർ ഉൾപ്പെടെ നമ്മുടെ ഷെക്കീന TV മറ്റു ചാനലും ഉൾപ്പെടെ ഈ പറയുന്ന കാര്യങ്ങളെ അപലപിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു. കാരണം ഈ ചെയ്ത് തെറ്റാണ്, ഇങ്ങനെ പറയാം, ഒരു കന്യാസ്ത്രീ ആയിരുന്നൊരു വ്യക്തി അങ്ങനെ പറയുന്നത് ശരിയല്ല, ആ സ്ത്രീ കന്യാസ്ത്രീ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, തീർച്ചയായിട്ടും കന്യാസ്ത്രീ അല്ല, പുറത്താക്കപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു നമ്മുടെ മാധ്യമങ്ങൾ തന്നെ, നമ്മുടെ ആൾക്കാർ തന്നെ അതിന് പോസ്റ്റ് ഇട്ടിരുന്നു. എന്തുകൊണ്ട് പ്രത്യേക ചാനലുകൾ ഈ പറയുന്ന തീവ്രവാദത്തെ അപലപിച്ച് മുന്നോട്ട് വരുന്നില്ല? എന്തുകൊണ്ട് ഈ പറയുന്ന പ്രത്യേക സമൂഹത്തിലുള്ള ആൾക്കാർ, ഇന്ന സമൂഹത്തിലുള്ള ആൾക്കാർ, തീവ്രവാദം കൂടുതൽ എവിടെയാണോ ആ സമൂഹത്തിലുള്ള ആൾക്കാർ ഇതിനെ അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? ആകെ വരുന്നത് 1-2% അതിനേക്കാളും താഴെയുള്ള ആൾക്കാർ മാത്രം ഈ തെറ്റാണെന്ന് പറയുന്നുണ്ട്. ബാക്കി മെയിൻ മുഖ്യധാര ആളുകൾ എന്തുകൊണ്ട് വരുന്നില്ല? നമ്മുടെ ഭാഗത്ത്, അതായത് ക്രിസ്ത്യൻസിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാകുമ്പോൾ ഇത് തെറ്റാണെന്ന് വിളിച്ച് അല്ലെങ്കിൽ തെറ്റാണെന്ന് എടുത്തു പറയാൻ വേണ്ടി ആൾക്കാരുണ്ട്. അതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അപ്പോൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കേരളക്കരയിലും നമ്മുടെ ഇന്ത്യയിലും വളർന്നു വരുന്നുണ്ട്. അത് ഇന്ത്യക്ക് ഒരു ആപത്താണ്. അപ്പോൾ പുറമെ എത്രത്തോളം ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉള്ളിൽ തകർച്ചയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ സാമ്രാജ്യം നിലനിൽക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് വേണ്ടി വരും? അവിടെ ഒരു ശുദ്ധീകരണം വളരെ ആവശ്യമാണ്. നമുക്കറിയാം ഈ തുർക്കിയിൽ നിന്നും ഖത്തറിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫണ്ടിങ് വന്നിട്ടുണ്ടെന്നും ഇവർ ഈ പറയുന്ന അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാർ രജിസ്ട്രാർ ഉൾപ്പെടെ അവിടെ ഈ തുർക്കിയിലൊക്കെ പോയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഈ പറയുന്ന ഈ ബോംബ് നിർമ്മാണത്തെ പറ്റിയുള്ള ഈ പറയുന്ന വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാകിസ്ഥാനിലൊക്കെ വന്നു എന്നുള്ള വാർത്തയൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉക്കാസ എന്നുള്ള പേര് ഇപ്പോൾ തുർക്കിയായിട്ട് ബന്ധപ്പെട്ട ഒരു പേരൊക്കെ വരുന്നുണ്ട്. 45 വീഡിയോസൊക്കെ ബോംബ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോസൊക്കെ അയച്ചു കൊടുത്ത് അങ്ങനെ കുറേ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇത് മാത്രമല്ല ഈ പുരോഗമിക്കേണ്ടത്, ഇതിലുള്ള തീവ്രവാദ കണ്ണികളെ, കേരളത്തിൽ ഉൾപ്പെടെയുള്ള തീവ്രവാദ കണ്ണികളെ പിടിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ കമന്റ് ബോക്സ് കാണുമ്പോൾ കാണാം ഈ തീവ്രവാദത്തെ, നമ്മളൊരു തീവ്രവാദത്തിനെതിരെ പറയുമ്പോൾ തീവ്രവാദത്തെ ന്യായീകരിച്ചുകൊണ്ട് മറ്റു പല സംഘടനകളിലും അല്ലെങ്കിൽ മറ്റു പല മതങ്ങളിലും മറ്റു പല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായ മാത്രം എടുത്തിട്ടുകൊണ്ട് ഇതും സംഭവിച്ചിട്ടില്ലേ, ഇത് മാത്രമാണോ സംഭവം എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്യാൻ വരുന്ന, അതായത് ഈ ജനറലൈസ് ചെയ്യാൻ വരുന്ന ഒരു പറ്റം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് പറയുന്നതിൻ്റെ തുടക്കമാണിത്. ഇത് സാവധാനം വളർന്നാണ് ലെബനോൻ പോലുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറാൻ പോകുന്നത്. അപ്പോൾ സെക്യുലറിസം തെറ്റായിട്ടല്ല ഇവിടെ പ്രശ്നം, ഇവിടെ സെക്യുലറിസത്തിൻ്റെ മറപറ്റി വളരുന്ന തീവ്രവാദമാണ് പ്രശ്നം. അപ്പോൾ ആ സെക്യുലറിസത്തിൽ തീവ്രവാദത്തിനെതിരായുള്ള എന്തെങ്കിലും ഈ പറയുന്ന അമെൻമെന്റ്സ് ഒക്കെ നടത്തുന്നത് അത്യാവശ്യമാണ്. ശരിക്കും ജോൺ അത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു വാർത്ത ഓർമ്മ വന്നു. ഇപ്പോൾ ഈ ഡൽഹിയിലെ ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് അറസ്റ്റ് ചെയ്തവരിൽ കുറ്റക്കാരും ഉണ്ട്, അവരുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ വിളിച്ചവരും ഉണ്ട്. അപ്പോൾ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തപ്പോഴും 13 പേര് കൊല്ലപ്പെട്ടപ്പോഴും ഇതുപോലെ വലിയൊരു ബോംബ് സ്ഫോടനം അവിടെ നടന്നപ്പോഴും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് 2900 കിലോഗ്രാം സ്ഫോടക വസ്തു കണ്ടെത്തിയപ്പോഴും മിണ്ടാതിരുന്ന ആൾക്കാർ വേറൊരു വാർത്ത പുറത്തു വന്നപ്പോൾ വലിയ സംഭവമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ചെയ്യാൻ വിളിച്ചവരിൽ ഒരു 3 പേരെ വെറുതെ വിട്ടു. അവർക്ക് അവരുമായിട്ട് ബന്ധമില്ല എന്ന് കണ്ട് അവരെ ചോദ്യം ചെയ്തതിന് ശേഷം അവരോട് പൊക്കോളാൻ പറഞ്ഞു. ബാക്കിയുള്ളവർ അന്നേരം കസ്റ്റഡിയിൽ ഇരിക്കുക എന്നുള്ള ഓർമ്മ വേണം. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. അന്നേരം ആ ഒരു വാർത്തയുടെ, അതായത് ഈ 3 പേരെ വെറുതെ വിട്ടു എന്നുള്ള വാർത്തയുടെ താഴെ വന്ന കമന്റുകളാണ് കോമഡി. അതായത് കേരളത്തിൽ അന്നേരം നമുക്ക് ശരിക്കും കേരളത്തിൽ ഇത്രയും അധികം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചിത്രം ശരിക്കും നമുക്ക് ക്ലിയർ ആവുന്നത്. അതായത് അവർ പറയുന്നത് ഈ പിടിച്ചവരൊന്നും ബന്ധമില്ലാത്തവരാണ്, ഇപ്പൊ എന്താ ആരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്? അതായത് ആദ്യമേ സംഭവം നടന്നപ്പോൾ ആരും മിണ്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച്. വെറുതെ വിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ എവിടെ പോയി നിങ്ങളുടെ സർക്കാർ? ആ തരത്തിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കണ്ടായിരുന്നു. അപ്പൊ ശരിക്കും നമ്മൾ ഇതിപ്പം ഇപ്പം ഈ അടുത്ത് നടന്നൊരു സംഭവം ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡൽഹി ബ്ലാസ്റ്റ് പറയാൻ കാരണം, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരെ ഒക്കെ നമ്മൾ പറയാൻ കാരണം. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, ഈ കേരളം മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ തീവ്രവാദം എന്ന് പറയുന്നത് ഈ അടുത്ത് നടന്ന സംഭവങ്ങളല്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ നിലപാടിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. ഒരു 15-കാരനെ സ്വന്തം വീട്ടിൽ നിന്നും ഫോഴ്സ് ചെയ്തൊരു കഥ. ആ 15-കാരൻ്റെ ഒരു മൊഴിയിൽ പറയുന്നതാണ്, കുക്കർ വെച്ചിട്ട്, കിച്ചണിൽ ഉപയോഗിക്കുന്ന കുക്കർ വെച്ചിട്ട്, പ്രഷർ കുക്കർ വെച്ചിട്ട് അപകടം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോസ് ആ കുട്ടിയെ കാണിച്ചിരുന്നു.
മനസ്സിലായോ? നിസ്സാരമായിട്ട് എല്ലാ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലും ഒരു തീവ്രമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്കാണ് ഇവർ ചിന്തിക്കുന്നത്. അതുപോലെ കനകമല നമ്മൾ കേട്ടിട്ടുണ്ടാകും. കനകമലയിലടക്കം ഈ IS വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റുകളും പരിശീലനങ്ങളും ഒക്കെ നടന്നതിനെ കുറിച്ചുള്ള കേസുകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് എത്ര പേര് IS പോയി ചേർന്നിട്ടുണ്ട്, അവരൊക്കെ എത്ര പേര് ഇപ്പോൾ ജീവനോടെ ഉണ്ട്, അവരുടെയൊക്കെ സ്ഥിതി എന്താണ്? അഫ്ഗാനിലെ ജയിലിൽ കഴിയുന്ന സോണിയ സെബാസ്റ്റ്യനെയും അതുപോലെ മെറിൻ ജേക്കബിനെയും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ തീവ്രവാദം എന്ന് പറയുന്നത് ഇല്ല എന്ന് എത്രത്തോളം പറഞ്ഞാലും, കേരളത്തിലെ ഒരു പ്രധാന ഇസ്ലാമിക നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം മതത്തിന് തീവ്രവാദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പരസ്യമായിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്നവരും തീവ്രവാദത്തെ തള്ളിപ്പറയാൻ, അതായത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ചെയ്ത് ശരിയായില്ല എന്ന് പറയാൻ റെഡിയാവുന്നില്ല. മനസ്സിലായോ? തീവ്രവാദമായിട്ട് ഞങ്ങൾക്കൊന്നും ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളത് ചെയ്ത് ശരിയായില്ല, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എത്ര പണ്ഡിതന്മാർ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുന്നത് പോലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ തിരുത്താൻ എന്തുകൊണ്ട് ഈ നേതൃത്വം തയ്യാറാകുന്നില്ല? അതൊക്കെ തന്നെയാണ് ഈ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ആളുകളോട് മറ്റ് ആളുകൾക്ക് ഒരു ഭീതി വരുത്തുവാനുള്ള ഒരു കാരണം, ഒരു ഭയം തോന്നുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊന്നും പക്ഷെ ഇവരുടെ ഈ പറയുന്ന ആൾക്കാർ പോലും അത് ചിന്തിക്കുന്നില്ല. അപ്പോൾ ആൾക്കാർ അവരോട് ഒരു ഭയത്തിൻ്റെ കണ്ണിൽ കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ അതിനെ വെള്ളപൂശാൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. അതിനെ തള്ളിപ്പറയാൻ ഒരു കാലത്തും തയ്യാറായിട്ടില്ല. ഇന്ത്യ എക്കാലത്തും ഭയപ്പെട്ടിരുന്നത് പുറമേ നിന്നുള്ള തീവ്രവാദത്തെക്കാൾ കൂടുതലായി അകത്തു നിന്നുള്ള തീവ്രവാദത്തെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ നിന്നും ഇന്ത്യക്കെതിരെ തിരിയുന്ന നാക്കുകൾ അല്ലെങ്കിൽ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് എക്കാലത്തും ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു. അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ഈ തീവ്രവാദം വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം സ്ഫോടനങ്ങൾ, ഇത്തരം അക്രമങ്ങളൊക്കെ ആർക്ക് നേരെയും തിരിയാം, ഏത് നാട്ടിലും സംഭവിക്കാമെന്ന് ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ച ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ നിലപാട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ദിവസം.